ഫൈനലി BGMI ഇതിന് വേണ്ടിയല്ലേ നിങ്ങളെല്ലാവരും കാത്തിരുന്നത്. ഞാനും ഇതിനു വേണ്ടിയാണ് കാത്തിരുന്നത്. കൈതട്ടി ഓണായി ഗൈസ്. നമുക്കിനി വാത്താളം അടിക്കേണ്ട, ഗെയിമിലോട്ട് തന്നെ പോവാം. ജയിക്കോ ഗൈസ്, ജയിക്കോ ഗൈസ്. ഫിനിഷ് 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 ഫിനിഷ്. ഇതിൻ്റെ സൗണ്ട് നോക്കണം, ഫുള്ളാണ്. 200 300 ചുമ്മാ കയറി പോവുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത്രയും ഇങ്ങനെ മോഡ് കളിച്ചിട്ടൊരു ഗുണമില്ല. നമ്മൾ ആദ്യമായിട്ട് കളിച്ച് വന്ന് പൈസ ഉണ്ടാക്കി കളിക്കുമ്പോഴേ ആ ഒരു സുഖമുള്ളൂ. പിന്നെ ഞാൻ മറ്റേതിൽ കളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിൽ കളിച്ച് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തതേ ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ ടോപ്പ് സ്കോർ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇത് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ടോപ്പ് സ്കോർ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ S8 വീഡിയോ ഇട്ട സമയത്ത് ഗെയിമിംഗ് പെർഫോമൻസ് വേണമോ എന്ന് ചോദിച്ചു. 2017 പുറത്തിറങ്ങിയ ഒരു S8 ആണിത്. വിത്ത് സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ അല്ല, എക്സിനോസിൻ്റെ 8895 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. നോർത്ത് അമേരിക്കയിലും ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെയാണ് സ്നാപ്ഡ്രാഗൺ ആദ്യം S8 കൊണ്ടുവന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ആരെങ്കിലും S8 സ്നാപ്ഡ്രാഗൺ യൂസ് ചെയ്യണവരുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഗൈസ്. 2017 പുറത്തിറങ്ങിയ S8 ഗെയിമിംഗ് പെർഫോമൻസ്. അപ്പം ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ 4GB പറഞ്ഞത്, 4GB റാം ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ 5.8 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ. അതാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കിടിലം സാധനം എന്ന് പറഞ്ഞത്. IP68 ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, കൊണ്ടുപോയി മുക്കാനൊന്നും പറ്റില്ല. ചെറിയ പ്രൊട്ടക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1UI 1.0 1UI 1.0 ഇപ്പോഴൊക്കെ 1UI 6.0 വന്നിട്ടുണ്ട്. Android 9 ആണ്. ഓപ്പൺ ബോക്സ് Android 7 ആയിരുന്നു. 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്യൂരിറ്റി അപ്ഡേറ്റ് ലാസ്റ്റ് വന്നതെന്ന് പറഞ്ഞാൽ April 1, 2021 ലാസ്റ്റ് ആയിട്ട് വന്നത്. അപ്പം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് പൊളി. അൺഫോർച്ചുനേറ്റ്ലി പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ സ്ഥിരം കളിക്കണ കുറച്ച് ഗെയിംസ്, മുമ്പ് കളിച്ചുകൊണ്ടിരുന്ന ഗെയിംസ്, അത് എടുത്ത് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. Asphalt 8 ഞാൻ കളിക്കുന്നുണ്ട്. 9 ആയത് എനിക്ക് ഭയങ്കര 9-നേക്കാളും എനിക്ക് 8 കുറച്ചുകൂടെ ഇഷ്ടമാണ് ഗൈസ്. പിന്നെ ട്രാഫിക് റൈഡർ, അത് ഞാനിപ്പോൾ ഐഫോണിൽ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു മോഡ് ഗെയിം എടുത്തിട്ടാണ്. ഇതിനകത്ത് എല്ലാ ബൈക്കും വാങ്ങിക്കാനുള്ള പൈസ ഇതിനകത്തുണ്ട് ഗൈസ്. പിന്നെ സർവേ സർഫ് ഞാൻ കളിക്കാറുണ്ട്. ടെമ്പിൾ റൺ 2, പിന്നെ BGMI ആസ് യൂഷ്വൽ നമ്മുടെ BGMI ആണ് ഗൈസ്. നമുക്ക് ട്രാഫിക് റൈഡർ തന്നെ ആദ്യം എടുത്താലേ. ഫസ്റ്റ് നമുക്ക് ട്രാഫിക് റൈഡർ എടുക്കാം. ഇപ്പോൾ ഞാൻ ഹയാബുസയാണ് ഇതിനകത്ത് വാങ്ങിച്ചിട്ടേക്കുന്നത്. ഹയാബുസ അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടി വാങ്ങിക്കാം. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്തെന്ന് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം പറഞ്ഞാൽ നമുക്ക് ഈ സ്കൂട്ടറാണ്. ഈ സ്കൂട്ടർ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് കളി തുടങ്ങാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ വണ്ടീസൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇതൊരു വണ്ടി, ഇതൊരു വണ്ടി, ഇതൊരു വണ്ടി, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടിലും വണ്ടികളാണ്. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കാനുള്ള പൈസ ഈ മോഡ് ഗെയിമിലുണ്ട്. ഇത് കണ്ടോ, ഇത്രയും പൈസ ഉണ്ട് കൈസ് വാങ്ങിക്കുന്നത്, അത്രയും പൈസ ഉണ്ട് കൈസ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഈ വണ്ടി വാങ്ങിക്കാൻ പറ്റും. ദെൻ നമുക്ക് ഇഷ്ടമുള്ള വണ്ടി നിങ്ങൾ പറ കൈസ് ഏതാണ്. ഞാൻ ഇതിനകത്ത് ഏറ്റവും ടോപ്പ് ഒരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഇതാണ് ഇതിലുള്ളതിൽ ഏറ്റവും ടോപ്പ് വണ്ടി. ഇതിൻ്റെ പവറൊക്കെ നമ്മൾ കൂട്ടാൻ പറ്റും. ഇവിടെ കൊടുത്താൽ നമുക്ക് പവർ കൂട്ടാം. ഇങ്ങനെ പൈസ കൊടുത്താൽ ഇവിടെ കയറണണ്ട, ടോപ്പ് പവറായി. ഹാൻഡിലിങ് നോക്കിയോ, ഹാൻഡിലിങ് കൂടി ബ്രേക്കിങ് നോക്കിയോ, ബ്രേക്കിങ് എല്ലാം പക്ക ഹൈ ആണ്, ഹൈ. അപ്പം ആദ്യമേ നമ്മൾ പഴയ വണ്ടികളൊക്കെ വാങ്ങിച്ച് കളിച്ച് വന്നാലേ ഇതിലോട്ടൊക്കെ എത്തുമ്പോൾ നമുക്ക് കറക്റ്റ് കൺട്രോളും കാര്യങ്ങളും കിട്ടുള്ളൂ. നമുക്കിത് കളിക്കാം. മരിക്കും മിക്കവാറും. ഇതിൻ്റെ സൗണ്ട് നോക്കണം, ഫുള്ളാണ്. 200 300 ചുമ്മാ കയറി പോവുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇത്രയും ഇങ്ങനെ മോഡ് കളിച്ചിട്ടൊരു ഗുണമില്ല. നമ്മൾ ആദ്യമായിട്ട് കളിച്ച് വന്ന് പൈസ ഉണ്ടാക്കി കളിക്കുമ്പോഴേ ആ ഒരു സുഖമുള്ളൂ. പിന്നെ ഞാൻ മറ്റേതിൽ കളിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇതിൽ കളിച്ച് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ എടുത്തതേ ഉള്ളൂ ഗൈസ്. ഇടിച്ചു ഗൈസ്. ഇതിൻ്റെ ഗെയിം പ്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഓവർടേക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടും, അങ്ങനെയൊക്കെയാണ്. മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 വണ്ടി 10 വണ്ടി ഓവർടേക്ക് ചെയ്യണം, 15 വണ്ടി ഓവർടേക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മിഷൻസ് ഒക്കെ പറഞ്ഞത്. ഫ്രണ്ട് പോക്കി 100 മീറ്റർ ഓട്ടിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞാണ് ഈ സാധനം പറഞ്ഞത്. സാധനം കിട്ടില്ല കളിയാണ്. ഗ്രാഫിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ കിട്ടില്ല. ആ വണ്ടി നമുക്ക് മാറ്റണം ഗൈസ്, കാരണം അത്രയും ഇതില്ല, നമുക്ക് അത്രയുള്ള കേപ്പബിൾ ആയില്ല. ഞാൻ ഇവിടെ H2R ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്, ഹയാബുസ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഏത് വണ്ടി വേണം നമുക്ക് വാങ്ങിക്കാം. ഇത് BMW ആണ് ഈ ഒരു സാധനം. ഞാൻ എന്നിട്ടുള്ള വണ്ടിയാണ്. നമുക്കൊരു കിടിലം വണ്ടി പറഞ്ഞോളാം. ഇത് നമ്മുടെ ഇതല്ലേ, ഇത് ഡുക്കാട്ടി മൾട്ടിസ്ട്രാഡ. ദിസ് ഈസ് ദ ഡുക്കാട്ടി മൾട്ടിസ്ട്രാഡ. നമുക്ക് ഫുള്ള് പവർ കൂട്ടാം ഗൈസ്. ഈ പവർ കൂട്ടിയിട്ട് ഒന്ന് എവിടെയെങ്കിലും ചെയ്യാറ്റാനാണ് ഇഷ്ടം. ഓക്കെ,
നമുക്ക് കരിയർ തന്നെ കളിക്കാം. കട്ടി മൾട്ടി സ്റ്റാഡ. മൾട്ടി സ്റ്റാഡയിലെ സൗണ്ട് കേൾക്കാമോ ഗൈസ്? കിട്ടില്ല. ഇതിപ്പോൾ ചെക്ക് പോയിന്റ്, 2 ചെക്ക് പോയിന്റ് ഉണ്ട് അവിടെ എത്തുന്ന സമയത്തിനകത്ത്. അതൊക്കെ ചെറിയ മിഷൻസാണ്. ബേസ് വണ്ടിയായിട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇതൊക്കെ കൊണ്ടാകുമ്പോൾ ചുമ്മാ കിട്ടും. കണ്ട അടുത്തൂടെ ഓവർടേക്ക് ചെയ്യുമ്പോൾ കണ്ട പൈസ കിട്ടണത്. ഓണക്കളി മാറാ അണ്ണ വരാ വഴി വിട്. എല്ലാ ഊരും നമ്മ സ്ട്രൈറ്റ് റോഡായോണ്ട് തരിക്കും. ജയിച്ചു ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ ഈ ഗെയിം. ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. ജസ്റ്റ് ഗൂഗിളിൽ പോവുക, ട്രാഫിക് റൈഡർ വേണേൽ കാണിച്ചു തരാം. പറഞ്ഞു തരുമ്പോൾ പിന്നെ അങ്ങോട്ട് പെർഫോമൻസ് ഫാസ്റ്റ് ആക്കി നോക്കിയാണ്. ഒരു 4GB ഇതാണ്. ഇവിടെ ട്രാഫിക് റൈഡർ മോഡ് ആപ്പ് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പറഞ്ഞ സാധനം ട്രാഫിക് റൈഡർ മോഡ് ആപ്പ് 1.98 APK അത് എടുക്കുക. ഇവിടെ ഗോ ടു ഡൗൺലോഡ് കൊടുത്ത് ഡൗൺലോഡ് ചെയ്താൽ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഇത് ചുമ്മാ കളിക്കാൻ പറ്റും. നമ്മൾ ഗെയിം ലോഞ്ചർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഗെയിം ലോഞ്ചറിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ മോർ കൊടുക്കുന്ന സമയത്ത് മോറിനകത്ത് നമുക്ക് ഗാലക്സി റാങ്കിങ് ഉണ്ട്, ഈവൻറ്റ്സ് ഉണ്ട്, ഗെയിം ബൂസ്റ്റർ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഗെയിം ബൂസ്റ്റർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് പെർഫോമൻസ് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞ് നമുക്ക് സെറ്റ് ചെയ്ത് തരാൻ പറ്റും. ഫോക്കസ് ഓൺ പവർ സേവിങ് കൊടുക്കാൻ പറ്റും, ബാലൻസ്ഡ് കൊടുക്കാൻ പറ്റും, ഫോക്കസ് ഓൺ പെർഫോമൻസ് കൊടുക്കാൻ പറ്റും, റെക്കമെൻഡ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് ഗെയിം കളിക്കുമ്പോൾ പെർഫോമൻസ് ആണല്ലോ വേണ്ടത്. അപ്പോൾ അത് കൊടുത്തിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പീക്ക് പെർഫോമൻസ് നമുക്ക് അതിൽ കിട്ടും. പിന്നെ ഇൻഡിവിജ്വൽ ഗെയിം സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ അത് എടുക്കണമെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന ഓരോ ഗെയിംസിനും ഓരോ സെറ്റിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് ഓസ്വാൾഡ് 8 എടുത്ത് നോക്കാം. ഓസ്വാൾഡ് 8 തൊട്ടപ്പം ഒരു 1-2 സെക്കൻഡ് ലാഗ് വന്നു. പഴയ പ്രോസസ്സറാണ് ഗൈസ്, പഴയ 4GB റാമാണ് ഗൈസ്. ഇത്രയും നാളായിട്ടിരിക്കുകയാണ്. എന്തേ ഓക്കെ, സ്റ്റാർട്ട് റേസ് കൊടുക്കുമ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരു സ്ഥിരം ഗെയിം കളിക്കാരെന്ന് അല്ലെങ്കിൽ മോഡ് ഗെയിമൊക്കെ എടുത്തിട്ടാൽ ചുമ്മെങ്കിലും നല്ലതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇത് മോഡൊന്നും അല്ല, ഇത് ഒറിജിനലാണ്. ഇത് നടന്നു പറഞ്ഞ ഗോസ്റ്റ് ഡൈവർ റെഡ് ഇല്ലാതാന്ന് തോന്നിയാൽ ഇതാണ് എൻ്റെ വണ്ടി ഗൈസ്. പറത്താൻ ഗൈസ്. പറയടാ ദാമു, കുപ്പിയെടുക്കും. മൂടായി ദാമു മൂടായി. പെർഫോമൻസ് എങ്ങനെയാണ് ഗൈസ് നിങ്ങൾ പറയൂ. 4GB 2017 ഇറങ്ങിയ എസ്8ൻ്റെ പെർഫോമൻസാണ് ഗെയിമിങ്ങിൽ. നമ്മൾ വണ്ടി ഓടിക്കാൻ സംസാരിക്കാൻ പാടില്ല. പീച്ച് ഹെലികോപ്റ്റർ നേടി. കോർക്കടാ. പിന്നെ എൻ്റെ കൈക്കൊമ്പ് ഉയരി അടുത്തവൻ. അയ്യോ, നമ്മുടെ ഒഫൻസ് പറ ചെറിയൊരു പിടുത്തം ഓടിച്ച് ഇതിൽ പറഞ്ഞല്ല. അതൊക്കെ അറിയില്ല. അപ്പോൾ ഒന്നാമതാവണം. അവനടിക്കണോ വൈസ് പറ. നമ്മളെ ചൊറിഞ്ഞാൽ നമുക്ക് മേടിച്ച് ഇനി നമ്മളവനെ എടുക്കുക. നീലക്കുപ്പികൾ ചോപ്പ് കുപ്പി കൊണ്ടുപോവാ. ചോപ്പ് കുപ്പി അവിടെ നിന്ന് പറക്കാല്ലേ? പറക്കാനുള്ളതാണോ? അല്ല. സൂക്ഷിച്ച് പോടാ പ്രേമ. ഓ ഗൈസ്, അവന്മാർ കയറി ഗൈസ്. പറ ചെക്കുവനെത്തിയ അവൻ്റെ ഉച്ചിയിൽ തന്നെ അടിച്ചു. നമ്മൾ ജയിക്കുക ഗൈസ്. ഫിനിഷ്. Yes, we are number 1. ഇപ്പോഴേ തന്നെ ഒരുവിധം ഹീറ്റ് ആയിട്ടുണ്ട്. എക്സിനോസ് അതിശക്തമായ എക്സിനോസ് പ്രൊസസ്സർ ഹീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സബ്വേ സർഫ് ഞാൻ അങ്ങനെ എടുത്ത് ഇട്ടെന്നേ ഉള്ളൂ. അതുകൂടെ ജസ്റ്റ് ഒന്ന് ക്വാളിറ്റി നോക്കാം അല്ലേ. ക്വാളിറ്റി ഒന്നും ഇതിന് നോക്കാമില്ല. കൊച്ചുപിള്ളേർക്കല്ല, ഒരു എന്താ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവൽ കുറച്ചുകൂടെ കിട്ടും. പ്ലീസ് എൻ്റർ യുവർ ഏജ് 65+. ഓക്കെ, നോ താങ്ക്സ്.
സൗണ്ട് കുറവാണ് ഗൈസ്. സ്പീക്കറിൻ്റെ ക്വാളിറ്റി നോക്കിയാൽ മതി. നിങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് കളിക്കുമ്പം നല്ലതായിരിക്കും. കാണണ്ട, ഹെഡ്സെറ്റ് കുത്താനുള്ള സ്ഥലമുണ്ട് ഗൈസ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പഴയ ഫോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോഴത്തേക്ക് നമ്മൾ കൺവേർട്ടർ വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഡബിൾ ടാപ്പ് ചെയ്താൽ മറ്റേ സാധനം വരും. ചിലപ്പോൾ കോപ്പിറൈറ്റ് അടിക്കും പാട്ടിട്ട്. അതാണ് ഞാൻ പാട്ട് ഓഫ് ചെയ്തത് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അന്ത ക്വാളിറ്റി സ്റ്റിൽ എക്സിസ്റ്റ്. ഇതാ ട്രെയിൻ വരുന്നു. അപ്പോഴൊക്കെ ഇങ്ങനെ ആക്കിയിരുന്നു. എന്താ മണ്ണം അടിക്ക് വീഡിയോ അടിച്ചത് തന്നെ. ഹായ്, എന്തിനാ ബോക്സ് കിട്ടി? ചോടി ട്രെയിനിൻ്റെ ഉണ്ട് കയറണം. ഈ ട്രെയിനിലൊക്കെ ഇങ്ങനെ ഇടിച്ചാൽ അവ ഓടി വരും അടുത്ത്. കണ്ട അവനെ നമ്മൾ ഓട്ടിക്കണം ബാക്ക്. ഇങ്ങനെ അവനെങ്ങനെ അവൻ പിടിച്ചടേ. അപ്പോൾ അത് അത്രേ ഉള്ളൂ ഗൈസ്. ചുമ്മാ നമ്മൾ 1011. ഇതിൻ്റെ ടോപ്പ് സ്കോർ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഇത് കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ടോപ്പ് സ്കോർ എത്രയാണെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഫൈനലി BGMI. ഇതിന് വേണ്ടിയല്ലേ നിങ്ങളെല്ലാവരും കാത്തിരുന്നത്? ഞാനും ഇതിനു വേണ്ടിയാണ് കാത്തിരുന്നത്. കൈതട്ടി ഓണായി ഗൈസ്. നമുക്കിനി വാത്താളം അടിക്കേണ്ട, ഗെയിമിലോട്ട് തന്നെ പോവാം. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ BGMIക്കകത്ത് കയറിയിരിക്കുകയാണ് ഗൈസ്. ഓഫ്, എത്ര നാളായി കളിച്ചിട്ട്. ഇതാണ് ഗൈസ് ഞാൻ, ദ റിയൽ ഞാൻ. അപ്പോൾ നമുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ സാൻവാക്കാണ് ഇഷ്ടം. എനിക്ക് സാൻവാക്കാണ് ഗൈസ് ഇഷ്ടം. ഗ്രാഫിക്സിൽ ഏറ്റവും ചെറുതാണ് കേട്ടോ. ക്ലാസിക്കൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഗ്രാഫിക്സ് കളർഫുള്ള് തന്നെ അവിടെ കിട്ടല്ലേ. കളർഫുള്ളിൽ തന്നെ നമ്മൾ കളിക്കാം. ചാടേണ്ടത് നമുക്ക് എവിടെ ചാടാം? കാവോയിൽ ചാടാം. സാധാരണ പാരഡൈസ് കണ്ട, പാരഡൈസിലെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുകയാണ് കിറുക്കന്മാർ. ക്യാൻസൽ. മനുഷ്യന്മാരെ കൊല്ലിക്കാൻ വേണ്ടി. ഇതിലൊക്കെ ഇത്ര പെർഫോമൻസ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ചുമ്മാ സമയം പോകാൻ കളിക്കാം. ഇങ്ങനെ പോകുന്നു, കാവൂര് പോകുന്നു. കുറെ നാളായി കളിച്ചിട്ട്. നമ്മൾ വലിയ പ്രോയൊന്നും അല്ലടായി. നമ്മളൊന്നും പറയല്ലേടേ. നിങ്ങൾ പ്രോ പ്ലെയർ ആണെങ്കിൽ നമ്മൾ പ്രോയൊന്നും അല്ല. ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരുന്നു, ഓടിച്ചാടി കയറുന്നു, മെഡിക്കിറ്റ് എടുക്കുന്നു. 3x സ്കോപ്പ് കൂടെ കിടക്കുന്നു. മറ്റെടുക്കുന്നു. പച്ച നീല ബുള്ളറ്റ് എനിക്ക് ആവശ്യം വരും. കാരണം കാർ 98 എടുത്താൽ എനിക്ക് നീല ബുള്ളറ്റ് 30 വേണ്ടി വരും ഒരു ദിവസം. എന്തിനാണ് ഇതെല്ലാം വാരി പറക്കി കണ്ടവനോണ്ട് കൊടുക്കാനല്ലേ. ഇതൊക്കെയാണ് ചില സമയത്ത് ഉപയോഗം വരണം. പിടുത്തം നിങ്ങൾക്ക് ഫീൽ ചെയ്യണുണ്ടോ ഗൈസ്? ലോ ക്വാളിറ്റിയിലാണ് പിടുത്തം വരും. പുതിയ അപ്ഡേഷനൊക്കെ വരുമ്പോൾ ഇത്രയൊക്കെ. നീല വെള്ളം എടുക്കുക. നീല വെള്ളമൊക്കെ നമ്മൾ കുടിക്കാൻ ഉപയോഗമാണ്. ഓടി തള്ളാനുള്ളതാണ് സോണൊക്കെ വരുമ്പോൾ. ഇപ്പം സ്റ്റോറൊക്കെ ഉണ്ടല്ലേ ഗൈസ്, നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം അല്ലേ. കുറേ നാളായി കളിച്ചിട്ട്. ഹെഡ്സെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഗുമ്മില്ല. ഹെഡ്സെറ്റ് വെച്ചാൽ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റൂലല്ലോ. ഹെഡ്സെറ്റ് വെച്ചാൽ കാൽപ്പെരുമാറ്റം നോക്കി ഒളിഞ്ഞിരുന്ന് അടിക്കണവനവൻ അവനാണവൻ എന്നൊക്കെ പറഞ്ഞുള്ള ട്രോളൊക്കെ കണ്ടിട്ടില്ലേ. എൻ്റെ സെറ്റിങ്സ് ഞാൻ മറ്റേ പുതിയ ഫോണിലത്തേക്ക് വേണ്ടി മാറ്റിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട ഡിസ്പ്ലേ ചെറുതായതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വരുള്ളൂ. മറ്റേ സാധനമൊന്നും കാണാനല്ല. ഒരു പിക്ക് ആൻഡ് ഫയറാ. അതൊക്കെ എവിടെയാടായി? അതൊക്കെ പോയെന്ന് തോന്നുന്നു. ഒന്ന് ചത്തിട്ട് ഞാൻ വന്ന് നോക്കിയ സമയത്ത് സ്റ്റോറേജ് ഫുള്ളെന്ന് എഴുതി കാണിച്ചു ഗൈസ്. കുറേ ഒന്നും റെക്കോർഡായില്ല. ആ കളി നിങ്ങൾ നേരത്തെ കണ്ടതുവരെ റെക്കോർഡായുള്ളൂ. ഒന്നുകൂടെ കളി കാണിച്ചു തരാം. ഞാൻ മറ്റ് തള്ളി മറ്റേ 3 ഗ്രാഫിക്സ് ഒക്കെ 3 ഇട്ട് എല്ലാം വെച്ച് തള്ളിയതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രാഫിക്സ് കണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഗ്രാഫിക്സിൽ സ്മൂത്തിൽ മീഡിയം ഇട്ടിട്ടുണ്ട്. കളർഫുള്ള് തന്നെ സ്മൂത്തിൽ മീഡിയം. ഇതാണ് മീഡിയത്തിൻ്റെ ആ ഒരു ഓവറോൾ ലുക്ക് ഗൈസ്. കുറച്ച് ഗ്രാഫിക്സ് ബ്രൈറ്റ്നസ് കുറച്ച് കാണിച്ചു തരാം. ഇപ്രാവശ്യം നമുക്ക് എവിടെ ഇറങ്ങാം? നമ്മൾ കാവൂരിൽ തന്നെ ഇറങ്ങണം, മുഞ്ചണിയിൽ ഇറങ്ങണം ഗൈസ്. കാവി. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതിൽ ഡോഗ്സ് ആണ് ഗൈസ്. അടിപൊളിയാണ്. ബോട്ടിലൊക്കെ വന്ന് കയറി സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ. ഈ കീടങ്ങൾ എന്തിനാണെന്നാ ഓഫ് ചെയ്ത് പറഞ്ഞോ. ഇല്ലെങ്കിൽ
ഇവന്മാർ കൊണ്ട് പാരഡൈസിലൊക്കെ ഇറക്കി നമ്മളെ കൊന്നുകളായി കൊണ്ട്. ഓക്കെ, വന്നിറക്കിട ഇടം സൂപ്പർ. ഇനി ആളെയും കൂടെ കിട്ടിയ ഇപ്പം നമുക്ക് വെടിയുണ്ട് മരിക്കുക. എൻ്റെ പീക്ക് ആൻഡ് ഫയറൊക്കെ അവിടെ എവിടെ അടി. വീണ്ടും സ്റ്റോറേജ് ഫുള്ള് കാണിച്ചു ഗൈസ്. ഞാൻ കളിച്ച് ചത്തിട്ടൊക്കെ വന്നപ്പം റെക്കോർഡഡ് അല്ല ഒന്നും. ശിഷ്, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഒന്നുകൂടി ഇതിൽ തന്നെ ഇപ്പോഴും തന്നെ കാണിച്ചു തരാം. അടുത്ത് ഗ്രാഫിക്സ് എടുത്തിട്ട് ഹൈയിൽ ഇട്ട് നോക്കാം. സ്മൂത്തിൽ ഹൈ ഇതാണ് ഗൈസ്. സ്മൂത്തിലെ ഹൈ എന്ന് പറയണത് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ. സ്മൂത്തിലെ ഹൈ ഇതാണ്. ലാഗ് കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കണം. സ്റ്റോറേജ് ഫുള്ള് കാണിച്ചുകൊണ്ട് സ്റ്റോറേജ് ക്ലിയർ ആക്കാൻ പോയാണ് ഗൈസ്. അപ്പോഴത്തേക്കും വേറെ ഏതോ കാട്ടുമുക്കി വന്നിറങ്ങി. അത് പോട്ടെ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണിച്ചു തരാം. അപ്പോൾ അല്ലെങ്കിൽ സ്റ്റോറേജ് ഫുള്ളാവും. ഇനി എഡിറ്റൊക്കെ ചെയ്തിട്ട് ഫുള്ള് ക്ലിയർ ചെയ്ത് കളയാൻ കുറേ കിടപ്പുണ്ട്. അടുത്ത് നമുക്ക് ഗ്രാഫിക്സിനകത്ത് ബാലൻസിൽ നമുക്ക് ഹൈയിലിട്ട് നോക്കാം. ഇല്ല മരിച്ചില്ല. ഇതാണ് ബാലൻസിൻ്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ആളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിന്ന് കറങ്ങും. സ്മൂത്ത് എന്ന് പറയുന്ന സാധനത്തിൽ മാത്രം കളിക്കാനേ ഇതൊക്കെ ഇപ്പോഴത്തെ അപ്ഡേഷനിൽ പറ്റുള്ളൂ ഗൈസ്. അപ്പം ജസ്റ്റ് ഒന്ന് അത് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. ഇവിടെ എൻ്റെ പീക്ക് ആൻഡ് ഫയറിൻ്റെ സാധനങ്ങളൊന്നും കാണാനില്ല ഗൈസ്. ഇവിടെ ബോട്ടിനെയൊക്കെ ഇങ്ങനെയാണ് അടിച്ചു വിളിക്കണത്. അപ്പം അങ്ങനെ ആരെങ്കിലും ഉണ്ടാകും. അടുത്ത സെറ്റിങ്സിൽ പോയിട്ട് ഗ്രാഫിക്സിനകത്ത് എച്ച് ഡി ഉണ്ട് ഗൈസ്. എച്ച് ഡിയിൽ ഹൈയിൽ നമ്മൾ ഇട്ട് കളിക്കുകയാണ്. ഇതാണ് ഗൈസ് എച്ച് ഡി ഹൈ എന്ന് പറയുന്നത്. ഒറ്റ മനുഷ്യനില്ലെങ്കിൽ ഒരു ചെറിയ സ്മൂത്ത് ഉണ്ട്. ഓ, എന്നതോ എന്നെ കൊന്ന് എന്നെ തിന്നവൻ. വണ്ടിയൊക്കെ പറഞ്ഞു. എടാ ഞാൻ കളി കാണിച്ചു കൊടുക്കണേണ്ടാ. ഒരുത്തനെ കാണാൻ പോലും പറ്റണില്ല എവിടെയാണെന്ന്. എവിടെന്തോ വീട്ടിനകത്ത് നിന്നാണ് അടിച്ചത്. അവിടെ വീട്ടിനകത്ത് കണ്ടോ നിൽക്കണം. മരിച്ചു ഗൈസ്. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നല്ലപോലെ സ്റ്റോറേജ് സീന് കാണിക്കുന്നുണ്ട്. അപ്പം കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇപ്പം വീണ്ടും റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഇനി എഡിറ്റൊക്കെ ചെയ്തിട്ട് കുറേ ഫയൽസ് ഡിലീറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഇപ്പോഴത്തെ ഇതിൻ്റെ ചൂട് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ചൂടാണ്. നല്ല ചൂട് എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ള സാധനമാണ്. അത്രയും വർഷത്തെ പഴക്കമുള്ളതെന്ന് ഇത്ര റഫ്യൂസിനൊന്നും കൊടുക്കാൻ പാടില്ല. ഒന്നിനും ആരും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് അത്രയൊക്കെ ഉള്ളൂ. അപ്പം ചോദിച്ചത് കൊണ്ടാണ് വീഡിയോ ചെയ്തത്. പോയില്ലേ ഇത് പിന്നെ ക്ലോസ് ചെയ്യുമ്പോഴൊക്കെ ഇത്രയൊക്കെ സമയമെടുക്കും. അപ്പം ഇതാണ് ആ ഒരു S8ൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ്. ഒരു നോർമൽ ഗെയിംസൊക്കെ കളിക്കാൻ കുഴപ്പമില്ല. BGMI ആണെങ്കിലും ഒരു ലോ ക്വാളിറ്റിയിൽ കളിക്കാനാണെങ്കിൽ വലിയ വിഷയമൊന്നുമില്ല. ബട്ട് ഹൈ ഗ്രാഫിക്സ് ഒക്കെ ഇടാണെന്നുണ്ടെങ്കിൽ നിന്ന് മരിക്കും. എഡ്ജ് കണ്ട കീടിലവിടെ. ഇതാണ് എനിക്ക് ഈ സാംസങ് ഭയങ്കര ഡിസ്പ്ലേയിൽ ഭയങ്കര ഇഷ്ടമെന്ന് പറയാൻ കാരണം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കൂ. ഇതിൻ്റെ ക്യാമറ ടെസ്റ്റ് ചെയ്ത വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിൽ കയറി നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.